സങ്കീർത്തനം 19 അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്. അവ തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. ഓർമ്മിക്കുക, അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ മെത്രാന്റെ ഓർമ്മദിനമാണിന്ന്. അലക്സാൻഡ്രിയയിലെ തെയോഫിലോസ് മെത്രാപ്പൊലീത്തായുടെ സഹോദരപുത്രനായി AD 376 സിറിൽ ജനിച്ചു. പൗരോഹിത്യം സ്വീകരിക്കുന്നതിനു മുൻപ് കുറെ നാൾ മരുഭൂമിയിൽ ഏകാന്ത ജീവിതം നയിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദൈവമാതൃസ്ഥാനം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിന് വഴിതെളിച്ച വേദപാരംഗതനായിരുന്നു വിശുദ്ധ സിറിൽ. AD 412 ഒക്ടോബർ 17 ഫാദർ സിറിൽ അലക്സാൻഡ്രിയയിലെ മെത്രാപ്പൊലീത്തയായി. പ്രഗത്ഭനായ മാർ അത്തനേഷ്യസിനോട് ജനങ്ങൾ വിശുദ്ധ സിറിലിനെ ഉപമിച്ചിരുന്നു. ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ സിറിൽ. വിശുദ്ധ സിറിൽ വിശുദ്ധ കുർബാനയെപ്പറ്റി എഴുതിയ വാക്കുകളാണ്: എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഉരുകിയ മെഴുകിൽ ഉരുക്കിയ മെഴുകു ചേർത്താൽ രണ്ടും ഒന്നായി മാറുന്നതുപോലെ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും ഐക്യപ്പെടുന്നു. AD 444 ജനുവരി 28 ഒരു മരിയൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1882 അദ്ദേഹത്തെ വേദപാരംഗതനായി ഉയർത്തി. വിശുദ്ധ സിറിലിന്റെ വാക്കുകൾ എത്ര അർത്ഥവത്താണെന്ന് ഗൗരവപൂർവ്വം മനസ്സിലാക്കി വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാനും ഈശോയിൽ ഒന്നായി ചേരുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.
ഹൃദയമാം സക്രാരിൽ കുർബാനയായി എൻ ജീവനിൽ വാ ഹൃദയമാം സക്രാരിൽ. കാരുണ്യം പ്രാതലായി വിഭജിതമാകും ദിവ്യകാരുണ്യമെന്നാവിൽ അലിഞ്ഞു ചേരും. തൂവെള്ള ഓസ്തിയായി ജീവന്റെ മന്നയായി കാരുണ്യവർഷമായി കുളിരുന്ന തെന്നലായി ദിവ്യകൂദാശയായി എന്നിൽ യേശു വാഴും. ഓ സ്നേഹമേ ദിവ്യകാരുണ്യമേ കുർബാനയായി എൻ ജീവനിൽ വാ ഹൃദയമാം സക്രാരിൽ കുർബാനയായി എൻ ജീവനിൽ വാ ഹൃദയമാം